നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി എക്സ്പ്രസ് സ്വതന്ത്ര ട്രെയിൻ ആയി പ്രഖ്യാപിക്കുമ്പോൾ ചർച്ചയാകുന്നത് ഷൊർണൂർ നിലമ്പൂർ പാതയിലെ അടിസ്ഥാന സൗകര്യക്കുറവുകളാണ്. ഈ പാതയിലൂടെ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ സർവീസ് നടത്താൻ അനുവാദമില്ലാത്തതിനാൽ നിലമ്പൂരിലേക്കുള്ള രാജറാണി തൃശൂരിനും ഷൊർണൂരിനും ഇടയിൽ പിടിച്ചിടുക 3 മണിക്കൂറോളം സമയമാണ്. നിലമ്പൂർ തിരുവനന്തപുരം രാജറാണി എക്സ്പ്രസ് ഇപ്പോൾ അമൃത എക്സ്പ്രസിന്റെ കൂടെയാണ് സർവീസ് നടത്തുന്നത്. മെയ് 9 മുതൽ ഇത് സ്വതന്ത്ര സർവീസാകുന്നതോടെ നിലമ്പൂർ മുതൽ കൊച്ചുവേളി വരെയാകും സർവീസ്. പുതിയ ക്രമം അനുസരിച്ച് ട്രെയിൻ കൂടുതൽ സമയമെടുത്താണ് സർവീസ് പൂർത്തിയാക്കുന്നതെന്നാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. രാത്രി 8:50 കൊച്ചുവേളിയിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിൻ നിലമ്പൂരിലെത്തുക പുലർച്ചെ 7:50. 2:43 തൃശൂർ കടന്നുപോകുന്ന ട്രെയിൻ ഷൊർണൂരിലെത്തുക 5:30. അവിടെ നിന്നും നിലമ്പൂരിലേക്ക് പുറപ്പെടുന്നത് 6:05. ഷൊർണൂർ നിലമ്പൂർ പാതയിലൂടെ രാത്രി സർവീസ് നടത്താൻ അനുവാദമില്ലാത്തതാണ് ഇതിന് കാരണമെന്ന് പാസഞ്ചേഴ്സ് അസോസിയേഷൻ വിശദീകരിക്കുന്നു. നമുക്കിപ്പോൾ ഈ നിലമ്പൂർ സെക്ഷൻ വളരെ വർഷങ്ങളായിട്ടുള്ള ഒരു ലൈൻ ആണെങ്കിൽ തന്നെയും ഇവിടെ ചില പരിമിതികളുണ്ട്. നമ്മൾ ആകെ ഒരു ചെറിയ സെക്ഷനാണ്, കുറച്ച് ദൂരം 65 കിലോമീറ്റർ ഉള്ള ഒരു സെക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉണ്ടാകാൻ പറ്റുന്ന ഡെവലപ്മെൻറ്റുകൾക്ക് ഒരു ലിമിറ്റേഷനൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചുകൊണ്ട് തന്നെ മലപ്പുറത്തേക്ക് വേറൊരു വശം എന്ന് പറഞ്ഞാൽ മലപ്പുറത്ത് ആകെയുള്ള ഒരു ലൈൻ ഇതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് വളരെ അത്യാവശ്യം തന്നെയാണ്. നമ്മളതിന് വേണ്ടുന്ന എല്ലാ പോസിറ്റീവ് സ്റ്റെപ്സുകളും എടുത്തുകൊണ്ടായിരിക്കും. ഇവിടെയുള്ള പ്രശ്നം ഇവിടെ നൈറ്റ് ട്രാഫിക് ഇല്ല. നേരത്തെ ഒരു 2 ട്രെയിൻ മാത്രം ഓടിക്കൊണ്ടിരുന്ന ഒരു റൂട്ടാണിത്. അന്ന് നമുക്ക് ഉണ്ടായിരുന്നത് ഒരു സിംഗിൾ ഡ്യൂട്ടി സിസ്റ്റമായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം കൂടെ ട്രെയിനായി 7 സെറ്റ് ട്രെയിൻ വരാൻ തുടങ്ങിയപ്പോഴേ അവർക്ക് ഡബിൾ ഡ്യൂട്ടിയിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫർദറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിയിൽ അവർക്ക് നമ്മൾ ഓവർ ടൈം കൊടുക്കണം, അല്ലെങ്കിൽ നൈറ്റ് ട്രാഫിക്കിന് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെയുള്ള കംപ്ലീറ്റ് സ്റ്റാഫിൻ്റെ വിഷയമായത് ഒരു ട്രെയിൻ വരട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്പോർട്ടിംഗ് ക്രൂവിൻ്റെ എല്ലാം കൂടെ ആവശ്യം വരും. അപ്പോൾ അത് നമ്മൾ 2 വിധത്തിൽ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 13 കമ്പാർട്ട്മെൻറ്റുകളാകും ആദ്യഘട്ടത്തിൽ ഉണ്ടാവുക. നിലമ്പൂരിനും ഷൊർണൂരിനും ഇടയിലെ ക്രോസിംഗ് സ്റ്റേഷനുകളിലെ പ്ലാറ്റ്ഫോം നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ഇത് 16 ആകും. തിരുവനന്തപുരം സെൻട്രലിലെ സ്ഥലപരിമിതി കാരണമാണ് ട്രെയിൻ കൊച്ചുവേളിയിലേക്ക് മാറ്റിയത്. ഇതിനെ മറികടക്കാനായി ട്രെയിൻ കൊച്ചുവേളിക്ക് പകരം നാഗർകോവിലേക്ക് നീട്ടാനുള്ള ശ്രമങ്ങളും സജീവമായിട്ടുണ്ട്. മെയ് 9 രാജറാണി സ്വതന്ത്ര ട്രെയിനായി സർവീസ് തുടങ്ങുമ്പോഴേക്കും ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം ജില്ലക്കാർ. ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്. വലിയ സമ്മാനങ്ങളുടെ ആഘോഷനാളുകൾ, ഒപ്പം ഏറ്റവും വലിയ ആനുകൂല്യങ്ങളുടെയും ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ.